നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഏകാദശ രുദ്ര അവതാരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശിവഭഗവാൻ സൃഷ്ടിച്ചതായിട്ട് പറയപ്പെടുന്ന 11 രുദ്രന്മാരുടെ കഥയും ആ രുദ്രന്മാരെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ മൂലമന്ത്രങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ആ രുദ്രാവതാരത്തിന്റെ കഥയും ഐതിഹ്യവും പറയും. കൂടാതെ ആദ്യ രുദ്രാവതാരത്തിന്റെ മൂലമന്ത്രത്തെയും പരിചയപ്പെടുത്തുകയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം തുടർന്ന് 10 വീഡിയോകളിലായിട്ട് ബാക്കി 10 രുദ്രാവതാരങ്ങളെ കുറിച്ചും പറയുന്നതാണ്. ആ അവതാര മൂലമന്ത്രങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിക്കുന്നതാണ്. നമുക്ക് ഏകാദശ രുദ്രാവതാരത്തിന്റെ ഐതിഹ്യത്തിലേക്ക് കിടക്കാം. ശിവഭഗവാൻ സൃഷ്ടിച്ചതായിട്ട് പറയപ്പെടുന്ന 11 രുദ്രന്മാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. നമ്മളുടെ പുരാണങ്ങളിലും മറ്റും വിവിധ സ്ഥലങ്ങളിൽ ഏകാദശ രുദ്രന്മാരെ കുറിച്ച് പല പേരുകൾ പറയുന്നുണ്ട്. ശിവഭഗവാൻ അവതാരം പൂണ്ടതായിട്ടുള്ള 11 രുദ്രന്മാരുടെ കഥ വിഷ്ണു പുരാണത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് ശിവഭഗവാൻ സൃഷ്ടികർമ്മം ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത്. വിഷ്ണു പുരാണത്തിൽ പറയുന്ന 11 ഏകാദശ രുദ്രന്മാരും അവരുടെ പത്നിമാരെ കുറിച്ചുമൊക്കെ വിഷ്ണു പുരാണത്തിൽ പ്രത്യേകമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയം അത് മറ്റൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. സൃഷ്ടിസ്ഥിതി സംഹാരത്തിന്റെ നാഥനായിട്ടുള്ള ശിവഭഗവാനാണ്. ബ്രഹ്മാവ് സൃഷ്ടികർമാവുമാണ്. മഹാവിഷ്ണു എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന വ്യക്തിയുമാണ്. അങ്ങനെ ത്രിമൂർത്തികളിൽ ഓരോ മൂർത്തികളും അവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം. ബ്രഹ്മദേവന് സൃഷ്ടികർമ്മം ചെയ്ത് ഒരേപോലെയുള്ള സൃഷ്ടികർമ്മം വീണ്ടും വീണ്ടും ചെയ്ത് ആവർത്തിച്ച് അദ്ദേഹം ഒരു വ്യത്യസ്തതയ്ക്കായിട്ട് ശിവഭഗവാനോട് സൃഷ്ടികർമ്മം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അത്തരത്തിൽ ശിവഭഗവാൻ നടത്തിയ നശ്വര സൃഷ്ടിയാണ് ഏകാദശ രുദ്രന്മാർ എന്ന് പറയുന്നു. സൃഷ്ടികർമ്മം നടത്തിയ ബ്രഹ്മാവ് അസുരന്മാർക്ക് വരം നൽകുകയും അവർ പിന്നീട് അഹങ്കാരത്തിൽ വന്നിട്ട് ബ്രഹ്മാവിന് തന്നെ ശല്യമായിട്ട് തീരുകയും ഒക്കെ ചെയ്തു. ഇതേപോലെ ശിവഭഗവാനും ഇത്തരത്തിലുള്ള ദോഷങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അസുരന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന് ദേവന്മാരെ രക്ഷിക്കാനായിട്ട് പിറവിയെടുത്തതായിട്ടാണ് ഏകാദശ രുദ്രന്മാരുടെ ഐതിഹ്യം. അസുരന്മാരുടെ ശല്യം കാരണം പൊറുതിമുട്ടിയ ദേവന്മാർ കശ്യപ പ്രജാപതിയോട് പരാതി അറിയിക്കുകയും കശ്യപ പ്രജാപതി ബ്രഹ്മാവിനോടും ശിവഭഗവാനോടും ഈ പ്രയാസങ്ങളിൽ നിന്ന് ദേവന്മാരെ രക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിന്റെ ആവശ്യപ്രകാരം ശിവഭഗവാൻ നടത്തിയ സൃഷ്ടികർമ്മമാണ് ഏകാദശ രുദ്രന്മാർ. 11 രുദ്രന്മാർ ശിവന്റെ തന്നെ രൂപങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ശിവഭഗവാൻ സൃഷ്ടി ചെയ്ത 11 രൂപങ്ങൾ. കൂടാതെ കശ്യപ പ്രജാപതിയുടെയും ബ്രഹ്മാവിന്റെയും ആവശ്യപ്രകാരം സുരഭി ദേവി സൃഷ്ടി ചെയ്തതായിട്ടും പറയുന്നുണ്ട്. ശിവപുരാണത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: കശ്യപ പ്രജാപതി തപസ്സനുഷ്ഠിക്കുകയും ശിവഭഗവാൻ പ്രത്യക്ഷനായിട്ട് വരം നൽകുകയും ഉണ്ടായി. ദേവന്മാരുടെ രക്ഷയ്ക്കായിട്ട് 11 രുദ്രാവതാരം ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തതായിട്ടാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സുരഭി ദേവി നടത്തിയ 11 രുദ്രസൃഷ്ടിയാണ് ഏകാദശ രുദ്രന്മാർ. നമുക്ക് ഏകാദശ രുദ്രന്മാരെ പരിചയപ്പെടാം. ആ ഏകാദശ രുദ്രന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള ഏകാദശ മന്ത്രം എന്ന് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്ന മന്ത്രത്തെയും പരിചയപ്പെടാം. കപാലി, പിംഗള, ഭീമ, വിരൂപാക്ഷൻ, വിലോഹിതൻ, ശാസ്ത്രു, അജപാദ, അഹിർബുദ്ധ്യ, ശംഭു, ചണ്ഡ, ഭവ എന്നീ 11 രുദ്രന്മാരാണ് ഏകാദശ രുദ്രന്മാരിൽ പെടുന്നത്. ഈ 11 ഏകാദശ ഭാവങ്ങളും ഓരോ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് സൃഷ്ടികർമ്മം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രുദ്രന്മാരെയും നാം ഭജിക്കുമ്പോൾ നമുക്ക് ഓരോരോ പ്രത്യേകമായിട്ടുള്ള ഗുണഫലങ്ങളാണ് ലഭിക്കുക. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഏതേത് രുദ്രന്മാരെയാണ് ജപിക്കേണ്ടതെന്നും ഒക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഏകാദശ രുദ്രന്മാരിൽ ഒന്നാമത്തെ രുദ്രനായിട്ടുള്ള കപാലി രുദ്രന്റെ മന്ത്രവും ആ മന്ത്രം ജപിച്ചാലുള്ള ഫലങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു രുദ്രന്മാരുടെ മന്ത്രങ്ങളും പരിചയപ്പെടുത്തുന്നതാണ്. നമുക്ക് കപാലി രുദ്രദേവന്റെ മന്ത്രം പരിചയപ്പെടാം. ഓം ഹും ഹും ശത്രുസ്തംഭനായ ഹും ഹും ഓം ഹട്ട്. 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 ഓം ഹും ഹും ശത്രുസ്തംഭനായ ഹും ഹും ഓം ഹട്ട്.
ശത്രുദോഷം ഇല്ലാതാക്കാനായിട്ടാണ് കപാലി രുദ്രദേവനെ നാം ഭജിക്കേണ്ടത്. രുദ്രമന്ത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നിത്യം ജപിക്കാവുന്നതാണ്. കൂടാതെ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ മന്ത്രങ്ങൾ തിരഞ്ഞെടുത്ത്, വ്യത്യസ്തമായിട്ടുള്ള മന്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് ജപിക്കാവുന്നതാണ്. കപാലി രുദ്രദേവൻ നമുക്ക് ശത്രുദോഷം ഇല്ലാതാക്കി തരുന്നതാണ്. ശത്രു സ്തംഭനത്തിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രത്തെ ഉപയോഗിക്കേണ്ടത്. ഈ മന്ത്രത്തെ പ്രയോഗിക്കുന്നത് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അധാർമികമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ഏകാദശ രുദ്രമന്ത്രങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതീവ ഫലസിദ്ധിയുള്ള മന്ത്രങ്ങളാണ് ഏകാദശ രുദ്രമന്ത്രങ്ങൾ. ദുഷ്കർമ്മങ്ങൾക്കായിട്ട് ഒരിക്കലും ഈ മന്ത്രങ്ങളെ ഉപയോഗിക്കരുത്. ഇന്ന് പരിചയപ്പെടുത്തിയ കപാലി രുദ്രദേവന്റെ മന്ത്രം ശത്രുദോഷം ഇല്ലാതാക്കാനായിട്ട് സാത്വികമായിട്ടുള്ള മനസ്സോടുകൂടി ഉപാസിക്കുക. ഇന്ന് 2-ാം ദിവസം ഏകാദശ രുദ്രന്മാരിൽ 2-ാമത്തെ രുദ്രനായിട്ടുള്ള പിങ്കള രുദ്രദേവന്റെ മന്ത്രവും ആ മന്ത്രം ജപിച്ചാലുള്ള ഫലവുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സർവ മംഗളങ്ങളും ലഭിക്കാനായിട്ട്, ജീവിതത്തിൽ എല്ലാവിധത്തിലുമുള്ള മംഗളങ്ങളും ഉണ്ടാകുന്നതിനായിട്ട് പിങ്കള രുദ്രദേവനെ നമുക്ക് ഭജിക്കാവുന്നതാണ്. എല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടും ഒരു കാര്യവുമില്ല. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാനായിട്ട്, എല്ലാ മംഗളങ്ങളായിട്ട് ഭവിക്കാനായിട്ട് നമുക്ക് പിങ്കള മഹാദേവനെ, പിങ്കള രുദ്രദേവനെ ഭജിക്കാവുന്നതാണ്. ഈ മന്ത്രത്തെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ജപിക്കാവുന്നതാണ്. കൂടാതെ ഏകാദശ രുദ്രമന്ത്രങ്ങൾ എല്ലാം കൂടി ഒന്നിച്ചും ജപിക്കാവുന്നതാണ്. എല്ലാ ദിവസവും 11 രുദ്രമന്ത്രങ്ങളും ജപിക്കാൻ സാധിക്കുന്നവർക്ക് ജപിക്കാവുന്നതാണ്. ശിവഭഗവാൻ വിശേഷ ദിവസങ്ങളായിട്ടുള്ള ശിവരാത്രി, പ്രദോഷം, തിരുവാതിര, തിങ്കളാഴ്ച, ഞായറാഴ്ച എന്നീ ദിവസങ്ങളിലൊക്കെ ഈ മന്ത്രങ്ങളെല്ലാം ജപിച്ചാൽ കൂടുതൽ വിശേഷ ഫലത്തെ അത് നൽകുന്നതാണ്. ഏകാദശ രുദ്രന്മാരിൽ പിങ്കള രുദ്രദേവന്റെ മന്ത്രത്തെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഓം ശ്രീം ഹ്രീം ശ്രീം സർവമംഗളായ പിങ്കളായ ഓം നമ. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 108 പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവിധ മംഗളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകളിൽ തിരഞ്ഞെടുത്ത് ജപിക്കുക. ഒന്നിച്ചും ഒറ്റയ്ക്കും ഒക്കെ ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. ശിവഭഗവാൻ സൃഷ്ടികർമ്മം ചെയ്തിട്ടുള്ള ഏകാദശ രുദ്രന്മാരുടെ വിശേഷ ഐതിഹ്യവും ഏകാദശ രുദ്രന്മാരിൽ 2 രുദ്രന്മാരുടെ മന്ത്രങ്ങളും നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. അതായത് കപാലി രുദ്രദേവന്റെയും പിങ്കള രുദ്രദേവന്റെയും മന്ത്രങ്ങളെ നാം കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ശിവഭഗവാൻ സൃഷ്ടികർമ്മം ചെയ്തിട്ടുള്ള ഭീമരുദ്രദേവന്റെ മന്ത്രവും ആ ദേവനെ കുറിച്ചുള്ള വിശേഷ ഫലസിദ്ധിയുമാണ്. ഏകാദശ രുദ്രന്മാരെ നിത്യം ഭജിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വളരെയേറെ പ്രയോജനങ്ങൾ ലഭിക്കുന്നതാണ്. വളരെയേറെ ശക്തിവത്തായിട്ടുള്ള ഒരു അവതാരമാണ്, അഥവാ ശിവഭഗവാന്റെ സൃഷ്ടികർമ്മമായിട്ടാണ് പറയുന്നത്. ഇത്തരത്തിൽ ഓരോ ഏകാദശ രുദ്രന്മാരെയും പ്രത്യേകമായിട്ട് ഭജിക്കുന്നതിലൂടെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഫലസിദ്ധികളാണ് ലഭിക്കുക. നമുക്ക് ഭീമരുദ്രദേവന്റെ വിശേഷ ഫലസിദ്ധിയും മന്ത്രവും പരിചയപ്പെടാം. ആഗ്രഹ സാഫല്യമാണ് ഭീമരുദ്രദേവനെ ഭജിക്കുക വഴി നമുക്ക് ലഭിക്കുന്ന പ്രയോജനം. നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും നിരവധി ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടാനായിട്ട് ഈശ്വരാനുകൂല്യം കൂടിയേ മതിയാവുള്ളൂ. ശിവഭഗവാന്റെയും മഹാവിഷ്ണുവിന്റെയും ഒക്കെ അനുഗ്രഹം അതിന് കൂടിയേ മതിയാവുള്ളൂ. ഏകാദശ രുദ്രന്മാരിൽ ഭീമരുദ്രദേവനെ ഭജിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അത്തരത്തിൽ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് നമുക്ക് 108 പ്രാവശ്യം നിത്യം ഭീമരുദ്രദേവനെ ഭജിക്കാം. നിത്യജപത്തിനും ഈ മന്ത്രത്തെ ഉപയോഗിക്കാം. ഏകാദശ രുദ്ര മന്ത്രങ്ങളെല്ലാം ഒരേപോലെ തന്നെ ഒന്നിച്ച് നിത്യജപത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓരോരോ വിവിധ ആവശ്യങ്ങൾക്ക് പ്രത്യേക രുദ്രദേവന്മാരുടെ മന്ത്രങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ആ മന്ത്രങ്ങൾ ജപിച്ചും നമുക്ക് നിത്യജപത്തിൽ അത് ഉൾപ്പെടുത്താം. ഇവ കൂടാതെ ശിവഭഗവാന് വിശേഷ ദിവസങ്ങളായിട്ടുള്ള ശിവരാത്രി, പ്രദോഷം, തിരുവാതിര, തിങ്കളാഴ്ചകൾ, ഞായറാഴ്ചകൾ തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ഈ ഏകാദശ രുദ്രമന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ്.
ഏകാദശ രുദ്രമന്ത്രങ്ങൾ സ്വാത്വികമായിട്ട് വേണം ജപിക്കാനായിട്ട്. ധാർമ്മികമല്ലാതെ അധാർമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾക്കായിട്ട് ജപിക്കാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം. ഓം ഐം ഐം മനോവാഞ്ചിത സിദ്ധായ ഐം ഐം ഓം. 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 ഏകാദശ രുദ്രന്മാരിൽപ്പെട്ട മൂന്നാമത്തെ രുദ്രദേവനായിട്ടുള്ള ഭീമ രുദ്രദേവന്റെ മന്ത്രത്തെ നിത്യം ജപിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ഇന്ന് വിരൂപാക്ഷ രുദ്രദേവന്റെ പ്രാധാന്യവും മന്ത്രവുമാണ് പരിചയപ്പെടുത്തുന്നത്. രോഗശമനമാണ് വിരൂപാക്ഷ രുദ്രദേവന്റെ വിശേഷ ഫലസിദ്ധി. രോഗങ്ങളുള്ളവർ അവരുടെ രോഗങ്ങൾ ഇല്ലാതാകാനായിട്ട് വിരൂപാക്ഷ ദേവനെ ഭജിക്കാവുന്നതാണ്. കൂടാതെ രോഗങ്ങൾ ഇല്ലാതിരിക്കാനായിട്ടും എല്ലാവർക്കും വിരൂപാക്ഷ ദേവനെ ഭജിക്കാം. രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ നിത്യം 108 തവണ വിരൂപാക്ഷ മന്ത്രം ജപിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. ഏകാദശ രുദ്രമന്ത്രങ്ങളെല്ലാം തന്നെ വളരെയേറെ പ്രാധാന്യമുള്ള വളരെയേറെ ശക്തിമത്തായ മന്ത്രങ്ങളാണ്. നമുക്കിനി വിരൂപാക്ഷ രുദ്രദേവന്റെ മന്ത്രത്തിലേക്ക് ഒന്ന് കിടക്കാം. ഓം രുദ്രായ രോഗനാശായ ആഗസ്ത്യ രാം ഓം നമ. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക. രോഗങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ രോഗങ്ങൾ ഇല്ലാതാകുന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഈ ഏകാദശ രുദ്രമന്ത്രങ്ങൾ നാം പരിചയപ്പെടുന്നത്. കൂടാതെ അഷ്ടലക്ഷ്മി മന്ത്രങ്ങളും ഇപ്പോൾ പരിചയപ്പെട്ടു വരികയായിരുന്നു. ഈ മന്ത്രങ്ങളും വീഡിയോകളും ഒക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക. തീർച്ചയായിട്ടും മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെയേറെ പ്രയോജനം, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മന്ത്രജപത്തിലൂടെ നാമജപത്തിലൂടെ മാത്രമേ കലിയുഗത്തിൽ നമുക്ക് മോക്ഷപ്രാപ്തി അഥവാ ഐശ്വര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അനായാസമായിട്ട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ജീവിത വിജയം നേടാനായിട്ട് നമുക്ക് വിലോഹിത രുദ്രദേവന്റെ മന്ത്രത്തെ നിത്യം ജപിക്കാം. അതിനായിട്ട് നമുക്ക് മന്ത്രം ഒന്ന് പരിചയപ്പെടാം. ഓം ശ്രീം ഹ്രീം സം സം ഹ്രീം ശ്രീം സംകർഷണായ ഓം. ഓം ശ്രീം ഹ്രീം സം സം ഹ്രീം ശ്രീം സംകർഷണായ ഓം. ഓം ശ്രീം ഹ്രീം സം സം ഹ്രീം ശ്രീം സംകർഷണായ ഓം. ഓം ശ്രീം ഹ്രീം സം സം ഹ്രീം ശ്രീം സംകർഷണായ ഓം. ഓം ശ്രീം ഹ്രീം സം സം ഹ്രീം ശ്രീം സംകർഷണായ ഓം. ഓം ശ്രീം ഹ്രീം സം സം ഹ്രീം ശ്രീം സംകർഷണായ ഓം. ഓം ശ്രീം ഹ്രീം സം സം ഹ്രീം ശ്രീം സംകർഷണായ ഓം. ഓം ശ്രീം ഹ്രീം സം സം ഹ്രീം ശ്രീം സംകർഷണായ ഓം. ഓം ശ്രീം ഹ്രീം സം സം ഹ്രീം ശ്രീം സംകർഷണായ ഓം. ഓം ശ്രീം ഹ്രീം സം സം ഹ്രീം ശ്രീം സംകർഷണായ ഓം. ഓം ശ്രീം ഹ്രീം സം സം ഹ്രീം ശ്രീം സംകർഷണായ ഓം. ഇപ്രകാരം വിലോഹിത രുദ്രാവതാര മന്ത്രത്തെ നിത്യം ജപിച്ചുകൊണ്ട് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്ന് ഈശ്വരാധീനത്താൽ മുന്നേറാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ശാസ്ത്രു രുദ്രദേവന്റെ പ്രത്യേക ഫലദാന വിശേഷവും ആ ദേവന്റെ മന്ത്രവുമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ശാസ്ത്രു അഥവാ ശാസ്താവ് എന്നൊക്കെ പറയുന്ന ഭഗവാൻ മഹാദേവന്റെ സൃഷ്ടിയായിട്ടുള്ള ദേവന്റെ പ്രത്യേക ഫലസിദ്ധിയും മന്ത്രവും പരിചയപ്പെടാം. നമുക്ക് ശാസ്ത്ര രുദ്രദേവന്റെ വിശേഷവും മന്ത്രവും പരിചയപ്പെടാം.
നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് ദൈവാധീനം കൂടിയേ മതിയാവുകയുള്ളൂ. ശാസ്താവിനെ ഭജിച്ചുകൊണ്ട് നമുക്ക് കാര്യസാധ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോരുത്തർക്കും വിവിധങ്ങളുള്ള ആവശ്യങ്ങളുണ്ട്. അവരുടെ കാര്യസാധ്യത്തിന് ശാസ്ത്രദേവനെ ഭജിക്കാവുന്നതാണ്. നമ്മളുടെ ആവശ്യങ്ങൾ ധാർമ്മികമായിരിക്കണം. അധാർമികമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ശാസ്ത്രദേവനെ ഭജിക്കാൻ പാടില്ല. നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് നിത്യം ശാസ്ത്രദേവന്റെ മന്ത്രത്തെ 108 പ്രാവശ്യം വീതം ജപിക്കാവുന്നതാണ്. ഏകാദശ രുദ്രമന്ത്രങ്ങളെല്ലാം ഒന്നിച്ചു വേണമെങ്കിലും ജപിക്കാം. ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് പ്രത്യേക ദേവതയുടെ മന്ത്രങ്ങളും ജപിക്കാം. ശിവരാത്രി, തിരുവാതിര, പ്രദോഷം, തിങ്കളാഴ്ച, ഞായറാഴ്ച എന്നീ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ജപിക്കുക. നമുക്ക് കാര്യസാധ്യം നേടിത്തരുന്ന ശാസ്ത്രദേവന്റെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ഹ്രീം ഹ്രീം സാഫല്യായ സിദ്ധായ ഓം നമഃ. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ നമുക്ക് കാര്യസാധ്യത്തിനായിട്ട് ജപിക്കാവുന്നതാണ്. നമുക്ക് ഇന്ന് അജപാത രുദ്രമഹാദേവന്റെ വിശേഷങ്ങളും മന്ത്രവും പരിചയപ്പെടാം. അജപാത രുദ്രദേവനെ ഭജിക്കുക വഴി ബലവർദ്ധനമാണ് വിശേഷ ബലമായിട്ട് പറയുന്നത്. ചില വ്യക്തികൾക്ക് സ്വതവേ ഒരു ആരോഗ്യത്തിന് കുറവുണ്ടാകാം. അപ്പൊ അത്തരത്തിൽ ആരോഗ്യത്തിന് കുറവുള്ളവർ ബലവർദ്ധനത്തിനും ആരോഗ്യത്തിനുമായിട്ട് ഏകാദശ രുദ്രദേവന്മാരിൽ അജപാത രുദ്രദേവനെ ഭജിക്കാം. ഈ മന്ത്രത്തെ നിത്യം അങ്ങനെയുള്ള വ്യക്തികൾ 108 പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ്. ഏതൊരു വ്യക്തിക്കും ആരോഗ്യം അതീവ പ്രധാനമാണ്. ആരോഗ്യത്തിനായിട്ട് ഏതൊരു വ്യക്തിക്കും ഈ മന്ത്രങ്ങളെ ജപിക്കാം. മന്ത്രങ്ങൾ വിശേഷ ഫലസിദ്ധിയുള്ളതാണ്. നിത്യജപത്തിൽ ഈ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മളുടെ വിജയം, കാര്യസാധ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ആരോഗ്യത്തിനായിട്ട് അജപാത മഹാദേവനെ ഭജിക്കുക. നമുക്ക് അജപാത രുദ്രദേവന്റെ മന്ത്രം ഒന്ന് പരിചയപ്പെടാം. ഓം ശ്രീം ബാം സൗ ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ ഭട്ട് ഓം. ഓം ശ്രീം ബാം സൗ ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ ഭട്ട് ഓം. ഓം ശ്രീം ബാം സൗ ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ ഭട്ട് ഓം. ഓം ശ്രീം ബാം സൗ ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ ഭട്ട് ഓം. ഓം ശ്രീം ബാം സൗ ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ ഭട്ട് ഓം. ഓം ശ്രീം ബാം സൗ ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ ഭട്ട് ഓം. ഓം ശ്രീം ബാം സൗ ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ ഭട്ട് ഓം. ഓം ശ്രീം ബാം സൗ ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ ഭട്ട് ഓം. ഓം ശ്രീം ബാം സൗ ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ ഭട്ട് ഓം. ഓം ശ്രീം ബാം സൗ ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ ഭട്ട് ഓം. ഓം ശ്രീം ബാം സൗ ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ ഭട്ട് ഓം. ഇപ്രകാരം ആരോഗ്യവർദ്ധനവിനും ശക്തിവർദ്ധനവിനായിട്ട് നമുക്ക് നിത്യം അജപാത രുദ്രദേവനെ ഭജിക്കാവുന്നതാണ്. നമുക്ക് അഹിർബുദ്ധ്യ രുദ്രദേവന്റെ വിശേഷങ്ങളും മന്ത്രവും പരിചയപ്പെടാം. ഗ്രഹദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി, നമ്മളുടെ ദോഷകാലം ഇല്ലാതാക്കി നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യം നേടിത്തരുന്നതിന് അഹിർബുദ്ധ്യ രുദ്രദേവൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ അഹിർബുദ്ധ്യ ദേവനെ ഭജിച്ചുകൊണ്ട് ഗ്രഹദോഷങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് അഹിർബുദ്ധ്യ രുദ്രദേവന്റെ മന്ത്രം കൂടി പരിചയപ്പെടാം. ഓം ഹ്രാം ഹ്രീം ഹും സമസ്ത ഗ്രഹദോഷ വിനാശായ ഓം. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം 108 പ്രാവശ്യം ജപിക്കുന്ന ഒരാൾക്ക് എല്ലാവിധ ഗ്രഹദോഷങ്ങളും ഇല്ലാതാകുന്നതാണ്. നമുക്ക് ഈ മന്ത്രത്തെ നമുക്ക് ഇഷ്ടമുള്ള തവണകളിൽ ജപിക്കാം. നമ്മുടെ സമയത്തിനനുസരിച്ച് ജപിക്കാം. കൂടുതലായിട്ട് ദോഷങ്ങളുള്ളവർ കൂടുതലായിട്ട് ജപിക്കുക. ഈ മന്ത്രം തന്നെയും നമുക്ക് നമ്മളുടെ ആവശ്യത്തിനായിട്ട് ജപിക്കാം. കൂടാതെ
മറ്റു രുദ്രദേവന്മാരുടെ മന്ത്രങ്ങൾ ചേർത്തും ജപിക്കാവുന്നതാണ്. എല്ലാ മന്ത്രങ്ങളും നിത്യം ജപിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ മഹാദേവന്റെ വിശേഷ ദിവസങ്ങളായിട്ടുള്ള തിരുവാതിര, ശിവരാത്രി, പ്രദോഷം, തിങ്കളാഴ്ച, ഞായറാഴ്ച എന്നീ ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ മന്ത്രങ്ങളെല്ലാം തെരഞ്ഞെടുത്ത് ജപിക്കാവുന്നതാണ്. ഇന്ന് ശംഭു രുദ്രദേവന്റെ വീഡിയോയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. ശംഭു രുദ്രദേവനെ ഭജിക്കുന്ന ഒരാൾക്ക് പാപങ്ങൾ ഇല്ലാതാകും എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് പാപങ്ങൾ ഇല്ലാതാക്കുന്ന ശംഭു രുദ്രദേവന്റെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ഗം ക്ലൂം ശ്രൗം ഗ്ലൗം സം ഗം ഓം നമ. ഓം ഗം ക്ലൂം ശ്രൗം ഗ്ലൗം സം ഗം ഓം നമ. ഓം ഗം ക്ലൂം ശ്രൗം ഗ്ലൗം സം ഗം ഓം നമ. ഓം ഗം ക്ലൂം ശ്രൗം ഗൗം സം ഗം ഓം നമ. ഓം ഗം ക്ലൂം ശ്രൗം ഗ്ലൗം സം ഗം ഓം നമ. ഓം ഗം ക്ലൂം ശ്രൗം ഗ്ലൗം സം ഗം ഓം നമ. ഓം ഗം ക്ലൂം ശ്രൗം ഗ്ലൗം സം ഗം ഓം നമ. ഓം ഗം ക്ലൂം ശ്രൗം ഗ്ലൗം സം ഗം ഓം നമ. ഓം ഗം ക്ലൂം ശ്രൗം ഗ്ലൗം സം ഗം ഓം നമ. ഓം ഗം ക്ലൂം ശ്രൗം ഗ്ലൗം സം ഗം ഓം നമ. ഓം ഗം ക്ലൂം ശ്രൗം ഗ്ലൗം സം ഗം ഓം നമ. ഇപ്രകാരം ഈ മന്ത്രത്തെ 108 പ്രാവശ്യം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. പാപനിവാരണമാണ് ഈ മന്ത്രത്തിന്റെ ഉദ്ദേശം. ശംഭുദേവനെ ഭജിച്ചാൽ പാപങ്ങൾ ഇല്ലാതാകുന്നതാണ്. ഏകാദശ രുദ്രന്മാരുടെ മന്ത്രങ്ങളെല്ലാം തന്നെ ഒന്നിച്ചും ജപിക്കാവുന്നതാണ്. നമുക്ക് ഓരോരോ നമ്മുടെ ആവശ്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ഓരോ മന്ത്രങ്ങളും വേണമെങ്കിൽ ജപിക്കാം. നമ്മളുടെ ശരീരത്തിന്റെ തേജസ് വർദ്ധിക്കാനും ആകർഷകത്വം വർദ്ധിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ചണ്ഡ രുദ്രദേവനെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ആകർഷണത്വവും തേജസ്സും ഏതൊരു മനുഷ്യനും ജീവിത വിജയത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചണ്ഡമഹാരുദ്രന്റെ നാമം ജപിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് വളരെയേറെ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്താനായിട്ട് സാധിക്കും. ഈ മന്ത്രത്തെ 108 പ്രാവശ്യം ജപിക്കുക. ഏകാദശ രുദ്രന്മാരുടെ എല്ലാ മന്ത്രങ്ങളും നിത്യം ജപത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഏതെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് ഓരോ രുദ്രദേവന്റെയും പ്രത്യേകതയുള്ള മന്ത്രങ്ങൾ തെരഞ്ഞെടുത്ത് നമുക്ക് ജപിക്കാവുന്നതുമാണ്. കൂടാതെ വിശേഷ അവസരങ്ങളിൽ ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കുന്നതും വളരെ പ്രാധാന്യമുള്ളതാണ്. ശിവരാത്രി, പ്രദോഷം, തിരുവാതിര, തിങ്കളാഴ്ച, ഞായറാഴ്ച എന്നീ ദിവസങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് ഈ മന്ത്രത്തെ ജപിക്കുക. നമുക്കിനി ചണ്ഡ രുദ്രദേവന്റെ മന്ത്രത്തെ കൂടി പരിചയപ്പെടാം. ഓം ചും ചണ്ഡീശ്വരായ തേജസ്വായ ചും ഓം ഫട്ട്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം ജപിക്കുന്ന ഒരാൾക്ക് ആരോഗ്യവും തേജസ്സും ആകർഷണത്വവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ഭവരുദ്രദേവന്റെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ഭവോദ്ഭവ സംഭവായ ഇഷ്ടദർശന ഓം സം ഓം നമ. 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 ബ്രഹ്മദേവന്റെ അഭ്യർത്ഥന പ്രകാരം ശിവഭഗവാൻ സൃഷ്ടികർമ്മം ചെയ്തതായിട്ടാണ് ഏകാദശ രുദ്രന്മാരുടെ ഐതിഹ്യം പറയുന്നത്. അത്തരത്തിലുള്ള ഏകാദശ രുദ്രന്മാരെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇത് കൂടാതെ തന്നെ വിഷ്ണു പുരാണത്തിലൊക്കെ 11 രുദ്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ശിവഭഗവാൻ 11 രൂപത്തിലായിട്ടാണ് ആ വിഷ്ണു പുരാണത്തിൽ പറയപ്പെടുന്നത്. അതിന്റെ ദേവീ രൂപങ്ങളും വിഷ്ണു പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ പേരുകളെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങളുടെ പ്രോത്സാഹനം കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുന്നതിന് എനിക്ക് പ്രചോദനമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.